ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെയധികം വിശേഷപ്പെട്ട ഒരു വളത്തെയാണ്. ഏറ്റവും കൂടുതൽ പൊട്ടാഷ് അടങ്ങിയ ഒരു വളമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുണ്ടാക്കുന്നത് ഈ വാഴക്കൂമ്പിൽ നിന്നാണ്. വാഴക്കൂമ്പിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യത്തിനെ നമ്മുടെ ചെടികൾ പൂക്കുന്നതിനാവശ്യമായ പൊട്ടാഷ് വളമാക്കി നമുക്ക് മാറ്റാം. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നമ്മൾ മൊത്തത്തിൽ കണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു സാരാംശം നിങ്ങൾക്ക് ഉൾക്കൊള്ളാനാവത്തുള്ളൂ. അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് തന്നെ നമുക്ക് ഈ പോഷക സമൃദ്ധിയിൽ പഴത്തേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട ഒന്നാണ് വാഴക്കൂമ്പ്. അത് പലർക്കും അറിയാവുന്നതാണ്. പ്രമേഹ രോഗികൾക്കൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണിത്. ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ നമുക്ക് ഈ വാഴക്കൂമ്പ് തോരൻ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ വിളർച്ച ഉണ്ടാകുന്ന സമയങ്ങളിൽ രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുമ്പോഴാണ് നമുക്ക് വിളർച്ച ഉണ്ടാകുന്നത്. ഈ വാഴക്കൂമ്പ് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇതിൽ കൂടുതലായിട്ടും മഗ്നീഷ്യവും അയണും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സൂക്ഷ്മ മൂലകങ്ങൾ ഒരുപാട് അടങ്ങിയിട്ടുള്ളത് നമ്മുടെ ശരീരത്തിന് വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ വളമായിട്ടും എടുക്കാൻ പോകുന്നത്. നമ്മുടെ ചെടികൾക്കും ഇതൊക്കെ തന്നെയാണ് വേണ്ടുന്നത്. ഈ വളം തയ്യാറാക്കാനായിട്ട് നമുക്ക് ഒരു വാഴക്കൂമ്പാണ് വേണ്ടത്. അതിനോടൊപ്പം നമുക്ക് ഒരു പിടി ചെറുപയർ കൂടി വേണം. അപ്പോൾ ഈ ചെറുപയർ കൂടി എടുക്കുന്നത് നൈട്രജൻ കൂടി സമ്പുഷ്ടമായിട്ടുള്ള ഒരു വളമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇതിൽ അടങ്ങിയിരിക്കുന്നത് പൊട്ടാസ്യവും അതുപോലെ ഫോസ്ഫറസും സൂക്ഷ്മ മൂലകങ്ങളും എല്ലാം ഈ വാഴക്കൂമ്പിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നൈട്രജൻ കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ചെടികൾക്ക് പ്രയോഗിക്കുമ്പോൾ എല്ലാം ഒരു മിക്സ്ചർ രൂപത്തിൽ നമ്മുടെ ചെടികൾക്ക് ആഗിരണം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വേണ്ടത് ഈ വാഴക്കൂമ്പിനെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുക. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ മിക്സിയിലൊക്കെ വെച്ച് അരച്ചെടുക്കാനാണെങ്കിൽ നമ്മൾ ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഈ പയർ കൂടി നമ്മൾ ഇതിലൂടെ ചേർക്കുക. ഈ പയർ ഞാൻ മുളപ്പിച്ചെടുത്തിരിക്കുന്ന പയറാണ്. ഇവ രണ്ടും കൂടി മിക്സിയുടെ ജാറിലേക്കിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചു കൊടുക്കണം. ഒരുപാട് വെള്ളം ചേർക്കാൻ പാടില്ല. ഒരു ലേഹ്യത്തിൻ്റെയൊക്കെ പോലെ കട്ടിക്കിരിക്കും. അപ്പോൾ ഇത് കുറച്ചുകൂടി ഉണ്ട് അരയ്ക്കാനായിട്ട്. 2 പ്രാവശ്യമായിട്ടാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത്. ഒരു വാഴക്കൂമ്പ് നമുക്ക് 2 പ്രാവശ്യമായിട്ടൊക്കെ അരച്ചെടുക്കാനുള്ള ആ ഒരു ക്വാണ്ടിറ്റിയിൽ കാണും. അപ്പോൾ അതും ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക്, ഒരു നല്ല അടപ്പുള്ള ഒരു ജാറിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിനോടൊപ്പം കുറച്ച് ശർക്കര കൂടി ചേർക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ജാറിൽ ഏകദേശം ഒരു പകുതി ഭാഗത്തിൽ കൂടുതലായിട്ടുണ്ട് നമ്മുടെ ഈ ഒരു വാഴക്കൂമ്പ് കൊണ്ടുണ്ടാക്കിയ ആ ഒരു മിശ്രിതം. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ശർക്കര കൂടി പിടിക്കണം. നമ്മളിത് നന്നായിട്ട് അടച്ച് വെക്കാൻ പോവുകയാണ്. ഒരു 7 ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ, ഏകദേശം നമുക്ക് മാസങ്ങളോളം ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത് തീരുന്നത് വരെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് എല്ലാ ഭാഗത്തും ഈ ഒരു ശർക്കരയുടെ അംശം പിടിപ്പിക്കണം. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കുമ്പോൾ തന്നെ അത് എല്ലാ ഭാഗത്തേക്കും ആയിക്കോളും. ശർക്കര ഇതിലേക്ക് അലിഞ്ഞ് ചേർന്നോളും. ഇതിന് യാതൊരുവിധ ബാഡ് സ്മെൽ, അതായത് അസഹ്യമായിട്ടുള്ള ഒരു ദുർഗന്ധമൊന്നും ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ടൊക്കെ വളരെ എളുപ്പമായിരിക്കും. ഈ വളത്തിൽ നമ്മുടെ ചെടികൾ പൂക്കുന്നതിനാവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ അതൊക്കെ ശരിയായ രീതിയിൽ നമ്മുടെ മണ്ണിൽ വന്ന് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഫെർമെൻ്റ് ആവണം. അത് നന്നായിട്ട് പുളിക്കാനായിട്ട് നമ്മൾ അടച്ചു വെക്കുകയാണ്. ഇത് ഏകദേശം ഒരു 7 ദിവസം ഒന്ന് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ വെള്ളത്തിലേക്ക് ലയിപ്പിച്ച് ചെടികൾക്ക് കൊടുക്കാനായിട്ട്. ഇതിനായിട്ട് നമ്മൾ 1 ലിറ്റർ വെള്ളം എടുക്കുക. ഇതിൽ നിന്ന് 1 സ്പൂൺ ഈ ഒരു മിശ്രിതം വെള്ളത്തിൽ നന്നായിട്ട് കലർത്തി ഇത് ലയിപ്പിച്ച് കൊടുക്കുക. ഇതേപോലെ 1 സ്പൂൺ മതി 1 ലിറ്റർ വെള്ളത്തിലേക്ക്, കൂടുതലൊന്നും ചേർക്കേണ്ടതില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ലിക്വിഡ് തയ്യാറാക്കാം. ഇതിന് ശേഷം ഇത് ചെടികളുടെ ചുവട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വളം വളരെ പവർഫുള്ളായിട്ടുള്ളൊരു വളമാണ്. എല്ലാത്തരം ചെടികൾക്കും നമുക്ക് ഈ വളം യൂസ് ചെയ്യാം. എന്നിരുന്നാലും നമ്മൾ കൂടുതലായിട്ടും പൂക്കാറായി നിൽക്കുന്ന ചെടികളിൽ ഈ വളം കൊടുത്തു കഴിഞ്ഞാലായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. പ്രത്യേകിച്ച് റോസ, ജമന്തി പോലെയുള്ള ചെടികളുടെ ചുവട്ടിൽ ഈ ഒരു ലിക്വിഡ് നമ്മൾ ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ ചേർത്ത് കൊടുത്താൽ വളരെ നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത്. നമുക്ക് 10 മണികളിലൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ചുവട്ടിൽ ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ധാരാളം പൂക്കളുണ്ടാകും. നമ്മൾ പ്രത്യേകിച്ച് പഴത്തൊലി ചേർക്കുന്നതിനെക്കാട്ടി ഇരട്ടി ശക്തിയിൽ
നമ്മുടെ ചെടികൾക്ക് ഇത് വലിച്ചെടുക്കാനും സാധിക്കും. അതുപോലെ തന്നെ കൂടുതൽ മൂലകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ വാഴക്കൊമ്പിൽ വളരെയധികം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വളമാക്കി മാറ്റുമ്പോൾ ഇത് അരച്ച് ചേർത്തിരിക്കുകയായതുകൊണ്ട് ഇത് മണ്ണിലേക്ക് ഇത് ലയിച്ച് ചേരും. അതുപോലെ തന്നെ ഇത് അണുനാശക ശക്തിയുള്ള ഒന്നാണ്. അണുബാധകളെയൊക്കെ തടയും. അപ്പോൾ മണ്ണിൽ ലയിച്ച് കഴിഞ്ഞാലും ഈ ചെടികൾക്കുണ്ടാകുന്ന പല ഫംഗസ് രോഗങ്ങളെയും തടയുന്നതിനുള്ള ശേഷി ഈ വാഴക്കൊമ്പിൻ്റെ നാരുകൾക്കുണ്ട്. അതുപോലെ നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു വളത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് സൂക്ഷ്മ മൂലകങ്ങളുടെ ഒരു വലിയ കലവറയാണിത്. പ്രധാനമായിട്ടും വളരെ വിലപ്പെട്ട സൂക്ഷ്മ മൂലകങ്ങളായിട്ടുള്ള മഗ്നീഷ്യം, അയൺ തുടങ്ങിയവ. ഇവയുടെ പ്രസക്തി വളരെയധികം വലുതാണ്. ചെടിയുടെ സ്വാഭാവികമായിട്ടുള്ള വളർച്ചയും രോഗപ്രതിരോധ ശക്തിയും ധാരാളം പൂക്കളും ഫലങ്ങളും ഒക്കെ പിടിക്കുന്നതിനും ഈ സൂക്ഷ്മ മൂലകങ്ങളുടെ പങ്ക് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. നമ്മൾ ഈ വാഴക്കൊമ്പിൽ നിന്നുള്ള ഓർഗാനിക് ഫെർട്ടിലൈസർ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പ്രാഥമികമായിട്ട് നമുക്ക് പൊട്ടാസ്യം, ഫോസ്ഫറസും കിട്ടുമെന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള സൂക്ഷ്മ മൂലകങ്ങളെല്ലാം തന്നെ ചെടികൾക്ക് ലഭ്യമാകും. ഇനി നമ്മൾ ഈ ഒരു മിശ്രിതം തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ നാളിത് കേടുകൂടാതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നാളത്തേക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഞാനിപ്പോൾ തയ്യാറാക്കിയത് ഒരു വാഴക്കൊമ്പിൽ നിന്നുള്ള ആ ഒരു മിശ്രിതമാണ്. ഇത് നമുക്ക് നമ്മുടെ ചെടികൾക്കെല്ലാം ആഴ്ചയിൽ 2 ദിവസം അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ കൊടുക്കരുത്. 2-3 ദിവസം ഇടവിട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് ചെടികളിൽ പ്രയോഗിക്കാവുന്നതാണ്. യാതൊരുവിധ ദൂഷ്യഫലങ്ങളും നമ്മുടെ ചെടികൾക്ക് വരത്തില്ല. വളരെ ഗുണം മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ പ്രയോഗിക്കേണ്ട രീതി ഇങ്ങനെയാണ്. വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് മാത്രം ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. ഈ വാഴയുടെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഫെർട്ടിലൈസറാക്കി മാറ്റാറുണ്ട്. മറ്റ് ചെടികൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഒരു കൊല വെട്ടിക്കഴിഞ്ഞാൽ ഈ വാഴയെ നമ്മൾ വളമാക്കി മാറ്റാറാണ് പതിവ്. ഏറ്റവും ഗുണമേന്മയേറിയ വെർമി കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വാഴ ഇലയും അതുപോലെ തടയും ഒക്കെ ഉപയോഗിച്ച് വെർമി കമ്പോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഞാൻ പരീക്ഷിച്ചിട്ടുള്ളതാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വെർമി കമ്പോസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പഴത്തൊലിയേക്കാൾ മെച്ചപ്പെട്ട ഒരു പൊട്ടാഷ് കൂടിയിട്ടുള്ള വളം നിർമ്മിക്കാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വാഴക്കൂമ്പിനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നമുക്ക് വളരെ നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ വാഴക്കൂമ്പ് സാധാരണയായിട്ട് എല്ലാവരും ഒന്നും അങ്ങനെ ഈ ഒരു ലിക്വിഡ് തയ്യാറാക്കുന്നതിനായിട്ട് പ്രയോഗിക്കാറില്ല. പക്ഷേ നമ്മളത് ഇതേ രീതിയിൽ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ നാൾ യൂസ് ചെയ്യാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചെടുത്ത് യൂസ് ചെയ്താൽ മതി. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി വെക്കാനും സാധിക്കും. നമ്മൾ മനുഷ്യർക്കും അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്കും ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും, ഹോർമോണുകളും, ആൻറ്റി ഓക്സിഡൻറ്റുകളും, സൂക്ഷ്മ മൂലകങ്ങളും എല്ലാം അടങ്ങിയ ഒന്നാണ് വാഴക്കൊമ്പ്. അപ്പോൾ ഇത് ലഭിക്കുന്നതിനായിട്ട് ഇപ്പം വളരെയധികം എളുപ്പമാണ്. നേരത്തെയൊക്കെ ആണെങ്കിൽ നമുക്ക് കടകളിലൊന്നും ഇത് വാങ്ങാനായിട്ട് കിട്ടത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഇത് പച്ചക്കറി കടകളിലൊക്കെ യഥേഷ്ടം ലഭ്യമാണ്. വില കുറവുണ്ടെന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത് നമ്മളൊന്ന് വാങ്ങാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ കറികളിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് വളമായിട്ടും പ്രയോഗിക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.